നമസ്കാരം. രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ ട്രാക്കിന് വേഗം കൂടുന്നു. ഈ വർഷം ആദ്യ 2 മാസം കൊണ്ട് 1.30 ലക്ഷത്തോളം വൈദ്യുത വാഹനങ്ങളാണ് ഇന്ത്യയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2025 ജനുവരിയിൽ 78,345 വൈദ്യുത വാഹനങ്ങളും ഫെബ്രുവരിയിൽ 51,134 വാഹനങ്ങളുമാണ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ 2 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 4,092 വൈദ്യുത വാഹനങ്ങളാണ്. ഇതിൽ 2,591 എണ്ണം ജനുവരിയിലും 1,501 വാഹനങ്ങൾ ഫെബ്രുവരിയിലും രജിസ്റ്റർ ചെയ്തു. വൈദ്യുത വാഹനങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചാർജിംഗ് സ്റ്റേഷനുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഉപഭോക്താക്കൾക്ക് ഇവിയോടുള്ള പ്രിയം കൂട്ടുന്നു. ഇതാണ് രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ ട്രാക്കിന് വേഗം കൂട്ടുന്നത്. 2024 വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന ഏതാണ്ട് 27% വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുന്നത്. യാത്രാ വാഹനങ്ങളിൽ ഇവിക്കുള്ള സ്വീകാര്യത 2.6% വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. വൈദ്യുത യാത്രാ വാഹനങ്ങളിൽ ടാറ്റയാണ് നേതൃനിരയിലുള്ളത്. ഇരുചക്ര വൈദ്യുത വാഹന വിപണിയിൽ TVS, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയും മുൻനിരയിലുണ്ട്. ട്രക്കുകളും വാനുകളും അടക്കം വൈദ്യുത വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിലും മാറ്റം പ്രകടമാണ്. പുതിയ വൈദ്യുത മോഡലുകൾ നിരത്തിലെത്തിക്കാനുള്ള മത്സരത്തിലാണ് കാർ കമ്പനികൾ. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ വിറ്റാര മുതൽ വിയറ്റ്നാമീസ് കാർ കമ്പനിയായ വിൻഫാസ്റ്റിന്റെ വൈദ്യുത മോഡലുകൾ വരെ ഈ വർഷം രാജ്യത്ത് നിരത്തിലെത്തിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളിലാണ് കമ്പനികൾ. 26ഓളം വൈദ്യുത മോഡലുകളാണ് ജനുവരിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ വിവിധ കാർ കമ്പനികൾ രാജ്യത്തിന് പരിചയപ്പെടുത്തിയത്. ഈ വർഷം മാത്രം 30 മുതൽ 35 വരെ പുതിയ വൈദ്യുത മോഡലുകൾ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030ഓടെ മാരുതി 4 EV മോഡലുകൾ അവതരിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മാരുതി കൂടി കളത്തിലിറങ്ങുന്നതോടെ മത്സരം കടുക്കും. ഇരുചക്ര വാഹനങ്ങൾ മുതൽ വാണിജ്യ വാഹനങ്ങൾ വരെ ഇവിയിൽ മികച്ച വളർച്ചയുണ്ടാക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള പ്രതികരണം. ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ മുന്നിലുള്ളത് ഇരുചക്ര വാഹന വിഭാഗമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ വിപണി 3 മടങ്ങ് വളരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിലയിരുത്തൽ. വിൽക്കുന്ന 5 ഇരുചക്ര വാഹനങ്ങളിൽ 2 എണ്ണം EV ആയിരിക്കുമെന്നും വിപണി നിരീക്ഷിക്കുന്നു. EV സ്കൂട്ടറുകൾക്കുള്ള ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഇരുചക്ര വാഹന വിൽപ്പനയിൽ ഏതാണ്ട് 6.1% ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മോഡലുകളാണെന്നാണ് കണക്ക്. വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കേരളം നടത്തിയിരിക്കുന്നത്. വൈദ്യുത ഇരുചക്ര വാഹന വിൽപ്പനയിലും വൈദ്യുത കാർ വിൽപ്പനയിലും ആദ്യ 10-ൽ കേരളം ഇടം നേടിയിട്ടുണ്ട്. മഹാരാഷ്ട്രയും കർണാടകയുമാണ് വൈദ്യുത ഇരുചക്ര വാഹനങ്ങളുടെയും വൈദ്യുത കാറുകളുടെയും വിൽപ്പനയിൽ ആദ്യ 2 സംസ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. 2024 വൈദ്യുത കാറുകളുടെ വിൽപ്പനയിൽ 3-ാം സ്ഥാനവും വൈദ്യുത ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ 6-ാം സ്ഥാനവും സ്വന്തമാക്കാൻ കേരളത്തിനായി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്ന മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയാണ് വൈദ്യുത ഇരുചക്ര വാഹന വിൽപ്പനയിൽ മുന്നിലുള്ളത്. 2,10,174 വൈദ്യുത ഇരുചക്ര വാഹനങ്ങളാണ് 2024 മഹാരാഷ്ട്രയിൽ വിറ്റത്. നിരവധി വാഹന നിർമ്മാണ കമ്പനികളുടെ ആസ്ഥാനവും മഹാരാഷ്ട്രയാണ്. പൂനെയിലും ഔറംഗാബാദിലും വാഹന നിർമ്മാണ ഫാക്ടറികളുണ്ട്. ബജാജ് ചേതക്കിന്റെ നിർമ്മാണശാലയാണ് പൂനെയിലുള്ളത്.